ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. മുഖമെല്ലാം മീനിന്റെ പോലെയാകാൻ തുടങ്ങി. ആലിയയ്ക്ക് നന്നായി വേദന അനുഭവപ്പെട്ടു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, മോളെ, നിനക്ക് കുറച്ചായി ശക്തികൾ കിട്ടിത്തുടങ്ങുകയാണ്. നിന്നെ മഹാദേവൻ അനുഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷേ ശക്തികൾ പൂർണ്ണമായും കിട്ടാതെ നീ ഒരു പോരാട്ടത്തിന് പോകരുത്. പക്ഷേ ആലിയ തനിക്ക് കിട്ടിയ ശക്തികളുമായി ഒരു കത്തിയും കയ്യിലെടുത്ത് ആ സ്ത്രീയെ മറികടന്ന് ദീപകിന്റെ കാറിനടുത്തേക്ക് നടന്നു. ഇന്ന് അവന്റെ അവസാനമാണ്. എൻ്റെ അമ്മയുടെ ഒന്നിനെ നിങ്ങൾ കൊണ്ടുപോയില്ലേ, നിങ്ങളുടെ ഒന്നിനെ ഞാനും കൊണ്ടുപോകുന്നു. ഓടിപ്പോയി ആലിയ ദീപകിന്റെ വയറിൽ കുത്താനായി അവനെ പിന്നിൽ നിന്നും വിളിച്ചു. അവൻ തിരിഞ്ഞതും അവന്റെ മുഖം പൂർണ്ണമായി കണ്ടപ്പോൾ ഇപ്പോൾ ശക്തികൾ കിട്ടിയതിന്റെ ക്ഷീണമെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അവൾക്കൊരു തലകറക്കം പോലെ തോന്നി. അവളുടെ കയ്യിലെ കത്തി താഴെ വീണു. ആലിയയുടെ ബോധം മറയാൻ തുടങ്ങി. പെട്ടെന്ന് ദീപക് അവളെ താങ്ങിയെടുത്തു. ഭഗവാനെ, ഇതാരാ? ഇവളെന്തിനാ എന്നെ കൊത്താൻ നോക്കിയത്? ഇവക്ക് എന്താ ഇപ്പൊ സംഭവിച്ചത്? ഇവിടെ എങ്ങും ആരെയും കാണാനില്ലല്ലോ. മഹാദേവ, എന്ത് ചെയ്യും? ഇവളെ ആശുപത്രിയിൽ കൊണ്ടുപോകാം. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി ഓടി വന്നു. നക്ഷത്ര കണ്ണുകളുള്ള സുന്ദരിയായിരുന്നു അത്. അയ്യോ, എന്തു പറ്റി ഈ കുട്ടിക്ക്? ഇവളെ താൻ എന്തെങ്കിലും ചെയ്തോ? പെട്ടെന്ന് നിലാവിന്റെ വെളിച്ചത്തിൽ അവളുടെ മുഖം തെളിഞ്ഞു. ഒരു നിമിഷം അവളുടെ സൗന്ദര്യം കണ്ട് ദീപക് അവളെ തന്നെ അങ്ങനെ നോക്കി നിന്നു. അവളെ കണ്ടപ്പോൾ അവൻ എന്തൊക്കെയോ ഓർമ്മ വന്നു. അവളുടെ മെഴികൾ അവനിൽ ഉടക്കിയിരുന്നു. എടോ, തന്നോടല്ലേ ഞാൻ ചോദിച്ചത് ഇവക്ക് എന്തു പറ്റിയെന്ന്? താൻ എന്തെങ്കിലും ചെയ്തോ? താനിത് ആരെ നോക്കിക്കൊണ്ട് നിൽക്കുവാടോ? പെട്ടെന്ന് ദീപക് സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു. ഞാനൊന്നും ചെയ്തില്ല. ഈ കുട്ടി ഓടി വന്ന് എന്നെ തട്ടി വിളിച്ചതാ. പെട്ടെന്ന് ബോധം പോയി. എന്ത് സംഭവിച്ചെന്നറിയാതെ നോക്കി നിന്നപ്പോഴാ താൻ വന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവൾ ദീപകിനോട് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, തന്നെ കണ്ട 10-40 വയസ്സ് പ്രായമുണ്ടല്ലോ. ഒരാളെ ബോധം കെട്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന് തനിക്കറിയില്ലേ? കഷ്ടം. ഇവളെ ആദ്യം ഹോസ്പിറ്റലിൽ എത്തിക്കണം. താനാണ് ഇതിന് കാരണം. മര്യാദയ്ക്ക് വണ്ടി എടുക്ക്. 27 വയസ്സുള്ള തനിക്ക് 40 വയസ്സെന്ന് പറഞ്ഞ അവളുടെ കളിയാക്കൽ കേട്ട് ദീപക് ഒരു നിമിഷം അവളെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി കാറിൽ കയറി. അപ്പോൾ അവൾ ആലിയം കൂട്ടി പുറകിലത്തെ സീറ്റിലേക്ക് കയറിയിരുന്നു. ഞാനും വരാം. തൻ്റെ കൂടെ എങ്ങനെയാ ഈ പെൺകുട്ടിയെ ഒറ്റയ്ക്ക് അയക്കുന്നത്? കുറച്ചു നാളായി ഇപ്പൊ 40 കഴിഞ്ഞവരൊക്കെയാ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവളെ ഒറ്റയ്ക്ക് ഞാൻ തൻ്റെ കൂടെ ഈ അർദ്ധരാത്രി എന്തായാലും വിടില്ല. താൻ നേരെ ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിട്ടോ. മര്യാദയ്ക്ക് വിട്ടോന്നേ.
അവളുടെ സംസാരം ദീപകിന് അരോചകമായി തോന്നിയെങ്കിലും ദീപക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് യാത്ര തിരിച്ചു. പോകും വഴി ഓരോന്ന് ദീപക് ചോദിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഓരോ മറുപടിയും അവളും നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ അവർ ഹോസ്പിറ്റലിലെത്തി. ആലിയയെ ട്രിപ്പിട്ട് കിടത്തിയിരിക്കുകയാണ്. ഫാർമസിയിലേക്ക് പോയ അവൾ തിരിച്ചെത്തി. അപ്പോഴാണ് അവൾ ശരിക്കും ദീപകിന്റെ മുഖത്തേക്ക് നോക്കുന്നത്. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയാ അത്? പെട്ടെന്നാണ് ദീപക് അവളോടും ചോദിച്ചത്. നിന്നെയും ഞാനിപ്പോഴാ കൃത്യമായി ശ്രദ്ധിക്കുന്നത്. അന്നേരം ഇരുട്ടായതുകൊണ്ട് ഞാൻ കണ്ടില്ല. പക്ഷെ ഇപ്പോ നല്ല പരിചയമുള്ളൊരു മുഖം. ആരാ നീ? നിന്റെ പേരെന്താ? എന്റെ പേര് വൃന്ദ, ഇവിടുത്തെ പോസ്റ്റ് വുമൺ ആണ്. നിനക്കെന്നെ അറിയാമോ? ഓ, നിനക്കെന്നെ ഓർമ്മയില്ലേ? നീ വൃന്ദ ശർമ്മയല്ലേ, പൂജാരിയുടെ മകൾ? എടി, ഇത് ഞാനാ, ഷികാവത്തിലെ ദീപക്. പെട്ടെന്ന് വൃന്ദ ഒരു നിമിഷം ദീപകിനെ നോക്കി നിന്നു. ദീപ്, നീയോ? വാട്ട് ഈസ് സർപ്രൈസ്! അതാണ്, നിന്നെ കണ്ടപ്പോ എനിക്കൊരു മുഖപരിചയം പോലെ. എത്ര വർഷമായിടാ നിന്നെ കണ്ടിട്ട്? എന്തോ ചെറിയൊരു സാമ്യം മാത്രമേ ഉള്ളൂ നിനക്ക് ആ പഴയ മുഖത്തിൽ നിന്ന്. നിന്നെ അവസാനമായി കണ്ടപ്പോ നീ 10ലെ എക്സാം കഴിഞ്ഞ് നിൽക്കുക. ഞാൻ 7ൽ നിന്നും ജയിച്ച് 8ലേക്കും. ഓർമ്മയുണ്ടോ അതൊക്കെ? പിന്നെ ഓർമ്മയില്ലാതെ അതൊക്കെ അങ്ങനെ മറക്കാൻ പറ്റുമോ? സ്കൂൾ വിട്ട് കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും ഊളമാമന്റെ പറമ്പിൽ കയറി പുളികട്ട് തിന്നുന്നതും എങ്ങനെ മറക്കും? ദീപകിന്റെ വാക്കുകൾ വൃന്ദയുടെ മുഖത്തെ പുഞ്ചിരി വിരിയിച്ചു. അല്ല വൃന്ദ, അന്ന് നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അവന്റെ പേര്? ദീപകിന്റെ ചോദ്യം കേട്ട് വൃന്ദ തന്റെ മോതിര വിരൽ ദീപകിന് നേരെ നീട്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ദീപ്, എന്റെയും രഞ്ജിത്തിന്റെയും എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് 3 മാസമായി. പെട്ടെന്ന് ദീപക്കും ചിരിച്ചു. ഓ മൈ ഗോഡ്, നീ ഇപ്പോഴും അവനെ? ഗ്രേറ്റ്! ചിരിച്ചുകൊണ്ട് വൃന്ദ ദീപകിനോടായി പറഞ്ഞു. അതെ ദീപ്, പിന്നീട് ഞാനും രഞ്ജിത്തും ഒരേ കോളേജിലായിരുന്നു. അവസാനം ഇപ്പോ വിവാഹ നിശ്ചയവും കഴിഞ്ഞു. ഇനി കല്യാണം എന്തായാലും ഉടനെ ഉണ്ടാവും. എന്തായാലും നീ നാട്ടിൽ വന്നത് നന്നായി. എന്റെ വിവാഹം കൂടാമല്ലോ. ഇനി എന്നാ നീ തിരിച്ചു പോകുന്നത്? വൃന്ദയുടെ ചോദ്യം കേട്ട് ദീപക് ഒന്ന് ഞെട്ടി. അതാണ് മോളെ ട്വിസ്റ്റ്. ഇനി എന്നെ വിവാഹം കഴിപ്പിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നാ അമ്മയുടെ വാശി. കുറെ നാളായില്ലേ, ഇനിയെങ്കിലും ഒന്ന് സമ്മതിക്കാമെന്ന് ഞാനും കരുതി. അങ്ങനെയാ ഇപ്പൊ നാട്ടിൽ വന്നത്. ഇനി തിരിച്ചു പോക്കിന്റെ കാര്യമൊന്നും സത്യം പറഞ്ഞ ഉറപ്പില്ല. നിന്റെ വിവാഹം ഉടനെ ഉണ്ടാവോ? അതെ ദീപ്, ഉടനെ ഉണ്ടാവും. ഒരു 3 മാസത്തിനകം. നീ ഇപ്പോഴും പഴയതൊന്നും മറന്നിട്ടില്ലല്ലോ. എന്നെ അന്നും നീ ദീപ് ദീപ് എന്ന് വിളിച്ചു നടന്നതൊക്കെ ഇനിയും മാറ്റാറായില്ലേ? വൃന്ദ ചിരിച്ചുകൊണ്ട് ദീപകിന്റെ കവിളിൽ കിഴുക്കിക്കൊണ്ട് പറഞ്ഞു. നീ എനിക്ക് ദീപകല്ല, ആ പഴയ ദീപ് തന്നെയാ. പെട്ടെന്ന് ദീപകൻ ചിരിച്ചു. എടി കാന്താരി. ഇരുവരും പഴയ സൗഹൃദങ്ങളിലെ ഓരോ കാഴ്ചകൾ പുതുക്കിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സ് അങ്ങോട്ടേക്ക് വന്നു. നിങ്ങളല്ലേ ആ കുട്ടിയുടെ കൂടെ വന്നത്? ആ കുട്ടിയുടെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ, നിങ്ങൾക്കിനി ആ കുട്ടിയെ കൊണ്ടുപോവാം. ദീപക്കും വൃന്ദയും ആലിയയുടെ അടുത്തേക്ക് ഓടി. ഹേ കുട്ടി, നിനക്ക് എന്താ പറ്റിയത്? ആലിയ പെട്ടെന്ന് ദീപകിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അത് എനിക്ക് പെട്ടെന്ന് തലകറക്കം വന്നതാ, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആലിയ പോകാനിറങ്ങി. അപ്പോൾ ദീപക് അവളെ തടഞ്ഞു. നിൽക്കു കുട്ടി, താൻ ഈ അർദ്ധരാത്രിയിൽ എന്തിനാ ആ കത്തിയും കൊണ്ട് എന്നെ കുത്താൻ വന്നത്? പറയൂ. ദീപകിന്റെ ചോദ്യത്തിന് മുന്നിൽ ഒരു നിമിഷം ആലിയ പകച്ചു. ഇനിയാണ് ശരിക്കുമുള്ള കഥ നടക്കാൻ പോകുന്നത്. കുട്ടി, എന്റെ കൂടെ വാ. നീയല്ലാതെ എനിക്കൊരു മകൾ കൂടി ഉണ്ടായില്ല. കാണൂ മത്സ്യകന്യക 4 അടുത്ത ശനിയും ഞായറും രാത്രി 7 മണിക്ക്.